ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ വസുന്ധര ഐശ്വര്യയുടെ ദേഷ്യം കണ്ട് തൽക്കാലം അരുണിന്റെ പിന്നാലെ പോകണ്ട എന്നും അരുണിന്റെ കാര്യത്തിൽ താൻ ഒരു തീരുമാനം ഉണ്ടാക്കാമെന്നും വസുന്ധര പറയുമ്പോൾ അപ്പോ ആ ദേഹത്തെ കുങ്കുമത്തെ കുറിച്ച് എന്തോ ഒരു പ്രശ്നമുണ്ട് അല്ലേ അമ്മേ എന്ന് ഐശ്വര്യ വസുന്ധരയോട് ചോദിക്കുമ്പോ, നിന്നോട് ഞാനല്ലേ മോളെ പറയുന്നത്, നിന്നെ പ്രശ്നത്തിന് ഞാൻ പരിഹാരം ഉണ്ടാക്കാം, അരുണോട് ഞാൻ സംസാരിക്കാം, മോള് വിഷമിക്കാതെ, ഞാൻ എന്ത് സംഭവിച്ചാലും നിന്റെ കൂടെ നിൽക്കൊള്ളാം, നിനക്കറിയില്ലേ, നിനക്ക് നല്ലത് വരാത്ത, നിനക്ക് ദോഷം വരുന്ന എന്തെങ്കിലും ഈ അമ്മ ചെയ്യുന്ന മോൾക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ വസുന്ധര ഐശ്വര്യയോട് ചോദിക്കുന്നത് കേട്ട് അവസാനം അമ്മയുടെ ഈ വാക്ക് എനിക്ക് വിശ്വാസമാണ് എന്ന് വസുന്ധരയോട് ഐശ്വര്യ അറിയിച്ചു. മോള് തൽക്കാലം കിച്ചണിൽ ചെന്ന് ആ മനസ്സൊക്കെ ശാന്തമാക്കി എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനായി പറയുന്നു. ശരി അമ്മ, എനിക്ക് വിശ്വാസമായതുകൊണ്ട് ഞാൻ കിച്ചണിലേക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞ് ഐശ്വര്യ അവിടെ നിന്ന് പോകുമ്പോൾ ആനന്ദവർമ്മയോട് വസുന്ധര വിഷമത്തോട് ചോദിച്ചു, അരുണിന്റെയും ഐശ്വര്യയുടെയും ജീവിതം ഏതവസ്ഥയിലാകും, ഇക്കാര്യത്തിൽ എന്ത് തീരുമാനത്തിൽ എത്താൻ കഴിയും എന്ന് ചോദിച്ചുകൊണ്ട് വസുന്ധര ആശങ്കയോടെ നിൽക്കുന്നു. പിറ്റേന്ന് അഹിയും സ്വാമിയും കൂടിയും വീട്ടിലെ ചെടികളൊക്കെ അതെല്ലാം വെട്ടിമിനുക്കി ഭംഗിയാക്കി മാറ്റുന്ന സമയത്ത് അപ്പവും അവർക്കൊപ്പം ചേരുന്നു. അപ്പോഴേക്കും അവിടേക്ക് ജയന്തി എത്തി. അതെ, നിങ്ങളുടെ സന്തോഷ വാർത്തയൊക്കെ ഞാൻ അറിഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ പോയിരുന്നോണ്ട് എനിക്ക് നേരിട്ട് അറിയാൻ കഴിഞ്ഞില്ല. എന്തായാലും നിങ്ങൾ പുതിയൊരു ബിസിനസ് തുടങ്ങാൻ പോകുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോ ഒരു പൊന്നും അമ്മനെ കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു. അതിന്റെ സന്തോഷത്തിന് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്തു തരണം. അത് കേട്ട ഉടനെ അതിശയത്തോടെ ശ്യാമ ചോദിച്ചു, എന്താ എടുത്തി, എന്ത് കാര്യമായി എടുത്തി, കാര്യം പറ എന്ന് പറഞ്ഞപ്പോ ഉടനെ ജയന്തി പറഞ്ഞു, അതെ ഞാൻ പറഞ്ഞില്ലേ, ഈ പഴഞ്ഞം വീട് ഇടിച്ചു പൊളിച്ചു കളഞ്ഞിട്ട് നല്ലൊരു പുത്തൻ വീട് പണിയണമെന്ന്. അത് കേട്ടതോടെ ശ്യാമ പറഞ്ഞു, അതിന് ഇത് പൊളിച്ചു കളയാതെ തന്നെ നമുക്ക് ഈ വീട് പുത്തനാക്കാവല്ലോ എന്ന് പറഞ്ഞപ്പോ, അതെങ്ങനെ ഇത് പൊളിച്ചു കളയാതെ പുതിയ വീടാക്കുന്നത് എന്ന് ജയന്തി അന്വേഷിച്ചു. ഉടനെ തന്നെ അതിനുവേണ്ടി കൃത്യമായി തന്നെ എന്താ ചെയ്യേണ്ടത് എന്ന് ജയന്തിയോട് ശ്യാമ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ വീടിനെ പുതുപുത്തനാക്കി നിലനിർത്തുന്നതിന് വേണ്ട കാര്യം എന്താണെന്ന് ജയന്തിക്ക് പറഞ്ഞു കൊടുത്ത് അഖിലും ഒപ്പം ശ്യാമയും അത് വേണ്ടത് എന്താണ് ചെയ്യേണ്ടതെന്ന് ജയന്തിക്ക് പറഞ്ഞു കൊടുക്കുന്നതോടെ ജയന്തി അത് കേട്ട് എനിക്കിപ്പോ മനസ്സിലായി, അപ്പോ ഇത് തന്നെ എന്ന് പറഞ്ഞ് ആ ശ്യാമയുടെ വാക്കുകളെ വിശ്വസിച്ചുകൊണ്ട് അവിടെ നിന്ന് ജയന്തി പോകുന്നു. പിന്നീട് ആനന്ദ നിലയത്തിൽ അവിടെ ഇനി വരാൻ പോകുന്ന അതിഥിക്ക് വേണ്ടി വളരെ സന്തോഷത്തോടെ അമൃത എണ്ണ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് കണ്ട ഉടനെ മധുര പലഹാരങ്ങൾ വളരെ ആവേശത്തോടെ അവിടെ അമൃത പാചകം ചെയ്യുന്നത് കണ്ട് അവിടേക്ക് എത്തിയ ഐശ്വര്യ വളരെ സന്തോഷത്തോടെ പറഞ്ഞു, ആഹാ കൊള്ളാവല്ലോ, ഇന്ന് ഇവിടെ ഒത്തിരി മധുരപലഹാരങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ. എന്തായാലും ഈ പുറത്തുനിന്ന് വാങ്ങിച്ച ഈ കൂടുതൽ പാക്കറ്റിൽ കിട്ടുന്ന ആ പലഹാരങ്ങളൊക്കെ തിന്ന് മടുത്തു. സത്യത്തിൽ വീട്ടിലുണ്ടാക്കുന്നതിന്റെ രുചിയും അതിന്റെ ഗുണവും ഒന്ന് വേറെ തന്നെയാണെന്ന് പറഞ്ഞ് അവിടെ ഐശ്വര്യ അമൃത ഉണ്ടാക്കിയ പലഹാരങ്ങൾ എടുത്ത് രുചിച്ചു നോക്കുന്നതിനിടെ ചോദിച്ചു, അല്ല ഇന്നെന്താ ആരുടെയും ബർത്ത്ഡേ വല്ല ആണോ, അമൃതയുടെയോ ആദിയേട്ടന്റെയോ മറ്റോ? അങ്ങനെയാണെങ്കിലേ ഈ പലഹാരത്തിലൊന്നും ഒതുക്കിയാ പോരാ കേട്ടോ, ഒരു വമ്പൻ ട്രീറ്റ് തന്നെ വേണം എന്ന് പറഞ്ഞപ്പോ ഉടനെ അമൃത ചോദിച്ചു, അതിന് ബർത്ത്ഡേ ആണെന്ന് ആരാ പറഞ്ഞത്, ബർത്ത്ഡേക്ക് പലഹാരം ഉണ്ടാക്കുകയാണോ, കേക്ക് മുറിക്കുകയല്ലേ ചെയ്യുന്നത് എന്ന് അമൃത ചോദിച്ചപ്പോ ഐശ്വര്യ ചോദിച്ചു, പിന്നെന്താ ഏട്ടത്തി ഇതൊക്കെ ഉണ്ടാക്കുന്നത്? അപ്പോഴേക്കും ഐശ്വര്യയോട് പറഞ്ഞു, അതെ വിശേഷമൊക്കെ ഉണ്ട്, വിശേഷമുള്ള ആള് ഈ വീട്ടിലില്ല എന്ന് മാത്രം എന്ന് പറഞ്ഞപ്പോ ഐശ്വര്യക്ക് ആകെ സംശയമായി, എടുത്ത് എന്താ ഈ പറഞ്ഞു വരുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, വിശേഷമുള്ള ആൾ ഈ വീട്ടിലില്ല എന്നോ? അപ്പോ അമൃത പറഞ്ഞു, അല്ല അക്കാര്യം നിനക്ക് അറിഞ്ഞൂടെ ഐശ്വര്യയും, അമൃതയില്ലേ, നമ്മുടെ അഹിയുടെ അമൃത. അമൃത ഉടനെ ഐശ്വര്യയോട് പറഞ്ഞു, നമ്മുടെ ശ്യാമയില്ലേ, ശ്യാമ പ്രഗ്നന്റ് ആണെന്ന്, ശ്യാമ ഇവിടേക്ക് വരാൻ പോവുകയാണ് എന്നറിയിച്ചു. അത് കേട്ടതോടെ ഐശ്വര്യ വല്ലാതെ ഞെട്ടി. ഉടനെ ഐശ്വര്യയോട് പറഞ്ഞു, അതെ, ഒരു പെൺകുട്ടി പ്രഗ്നന്റ് ആകുന്നതോടുകൂടി കുടുംബത്തിൽ എല്ലാവർക്കും സന്തോഷം ഉണ്ടാകുന്നതിനേക്കാൾ ഉപരി ആ പെൺകുട്ടിയോട് എല്ലാവർക്കും സ്നേഹവും സഹതാപവും അനുകമ്പയും ഒക്കെ കൂടും. അതുകൊണ്ട് തന്നെ ഇപ്പോ ശ്യാമയോട് ഇവിടുത്തെ അമ്മയ്ക്ക് യാതൊരു ദേഷ്യവുമില്ല. അമ്മ അഖിലിനെ വിളിച്ചു പറഞ്ഞു ശ്യാമയും കൂട്ടി ഇവിടേക്ക് വരാൻ. ഉടനെ തന്നെ ശ്യാമ ഇവിടേക്ക് വരും, ശ്യാമയ്ക്ക് കൊടുക്കാനായിട്ടാണ് ഞാൻ ഈ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്ന് അമൃത അറിയിച്ചു. ഉടനെ അമൃതയുടെ സംശയത്തോടെ ഐശ്വര്യ ചോദിച്ചു, അതിന് അമ്മ സമ്മതിച്ചോ ഇങ്ങോട്ട് ശ്യാമ വരാൻ എന്ന് ചോദിച്ചപ്പോ അമൃത ഐശ്വര്യയോട് പറഞ്ഞു, അതെ അമ്മ ഇതുവരെ ശ്യാമയോടുണ്ടായിരുന്ന ദേഷ്യമൊക്കെ പകയും ഒക്കെ അമ്മ വേണ്ടെന്ന് വെച്ചു. അമ്മയ്ക്ക് ഒരു പേരക്കുട്ടിയെ കൂടി കിട്ടാൻ പോവുകയല്ലേ, അതാണ് ഒരു പെൺകുട്ടി ഗർഭിണിയായാലത്തെ പ്രത്യേകത. ഒരു പെൺകുട്ടി ഒരു അമ്മയാകാൻ പോകുന്നു എന്നുള്ള വാർത്ത അറിയുമ്പോൾ അത് എത്ര ശത്രുതയിലുള്ളവരാണെങ്കിൽ പോലും അവരോട് അല്പം സ്നേഹവും മമതയും അനുകമ്പയും ഒക്കെ തോന്നും. അത് സ്വാഭാവികമാണ്. അതുപോലെ തന്നെ ഇപ്പോ ശ്യാമയോട് അത്രത്തോളം സ്നേഹം അമ്മയ്ക്ക് തോന്നിയത്. അത് മാത്രമല്ല, ഇപ്പോ അരുണുമായിട്ടുള്ള ഐശ്വര്യയുടെ പ്രശ്നം തന്നെയില്ലേ, അരുൺ ഇപ്പോ ഐശ്വര്യയിൽ നിന്ന് അകന്നല്ലേ നടക്കുന്നത്, അതിനുള്ള പരിഹാരം ഇത് തന്നെയാണ്.
ഒന്ന് അരുണുമായിട്ട് കൂടുതൽ അടുത്തിടപഴകുകയും അരുണിനോട് സ്നേഹത്തോടെ ഇടപഴകുകയും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ആ ഇതേ ഒരു ഭാഗ്യം ഐശ്വര്യക്കും വന്നു ചേർന്നാൽ, അരുണിന്റെ കുഞ്ഞിന് ഐശ്വര്യക്ക് ജന്മം നൽകാൻ കഴിഞ്ഞാൽ അരുണിന് ഐശ്വര്യയോടുള്ള സ്നേഹത്തിന്റെ അളവ് കൂടും. അത് തീർച്ചയാണ്. കാരണം നിങ്ങളിപ്പോൾ വെറും ഭാര്യ ഭർത്താക്കന്മാർ മാത്രമാണ്. എന്നാൽ അതേസമയം നിങ്ങൾക്കിടയിലേക്ക് ഒരു കുഞ്ഞുകൂടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇരുവരും അച്ഛനും അമ്മയുമായി മാറും. അങ്ങനെ അച്ഛനമ്മമാരായി തീരുന്ന നിങ്ങൾക്ക് വരാൻ പോകുന്ന സ്നേഹവും സന്തോഷവും കരുതലുമൊക്കെ അത് എത്രത്തോളമാണ് എന്ന് അത് അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ എന്ന് പറഞ്ഞപ്പോ ഐശ്വര്യ ആകെ നിരാശയിലായി. പെട്ടെന്ന് ഐശ്വര്യ ആലോചിച്ചു, ഓഹോ അത്രയാണോ, ഒരു അമ്മയാൻ പോയി കഴിയുമ്പോൾ ഇത്രത്തോളമൊക്കെ മാറ്റം ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവുമോ, ആ പെൺകുട്ടിയോട് ഇത്രത്തോളം സ്നേഹവും മാറ്റവും മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നൊക്കെ സംശയത്തോടെ ഐശ്വര്യ ഇങ്ങനെ ആലോചിച്ച് വെക്കുമ്പോ അമൃത താൻ ഉണ്ടാക്കിയ പലഹാരങ്ങളെല്ലാം അത് എടുത്തുകൊണ്ട് അവിടുന്ന് നേരെ ഡൈനിങ് ടേബിളിനരികിലേക്ക് പോയി. കൊള്ളാം, അമ്മയും അങ്ങനെ മാറിപ്പോയോ ഇത്ര വേഗം എന്ന് ആലോചിച്ചങ്ങനെ നിൽക്കുമ്പോൾ അഹിയും ശ്യാമയും കൂടി നേരെ ആനന്ദ നിലയത്തിലേക്ക് എത്തുന്നു. വീടിനകത്തേക്ക് അവർ സംശയത്തോടെ കയറി വരുമ്പോൾ പലഹാരങ്ങൾ ഉണ്ടാക്കി ടേബിളിൽ കൊണ്ടുവച്ച അമൃത അവിടെ വരുന്ന ശ്യാമയും അഹിയും കണ്ടു. മോളെ ശ്യാമയെ എന്ന് പറഞ്ഞ് അമൃത വേഗം ശ്യാമയുടെ അരികിലേക്ക് ഓടിയെത്തി. മോളെ മോളെ കാണാൻ ഞാൻ എത്ര ആഗ്രഹിച്ചെന്നറിയാവോ. ഉടനെ അമൃത വേഗം അമ്മയെ ഇതായത് ആരാ വന്നിരിക്കുന്നത് നോക്ക് എന്ന് പറഞ്ഞ് അവിടുന്ന് വളരെ സന്തോഷത്തോടെ അമൃത അകത്തേക്ക് നോക്കി വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു മോള് വരുന്ന കാണാനായിട്ട് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ആദിത്യൻ താഴേക്ക് എത്തി. ആഹാ, ഇത് ആരാ വന്നിരിക്കുന്നത്, എടാ അഹി എന്ന് പറഞ്ഞ് അഖിലിന് അരികിലേക്ക് ചെന്നു. അപ്പോഴേക്കും ഐശ്വര്യ വാതുക്കലേക്ക് എത്തി. അവിടെ അഹിയെയും ശ്യാമയെയും സ്നേഹത്തോടെ അമൃതയെയും ആദിത്യനും കൂടി സ്നേഹിക്കുന്നത് കണ്ട് ഒട്ടും ഇഷ്ടപ്പെടാതെ അങ്ങ് നിൽക്കുമ്പോൾ ആദിത്യൻ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, കൊള്ളാം, അങ്ങനെ ഈ കുടുംബത്തിലേക്ക് ഒരു അതിഥി കൂടി വരാൻ പോവാ അല്ലെ, കേറുപാടാ ഇങ്ങോട്ട് വാ മോളെ എന്ന് പറഞ്ഞ് അവരെ ഇരുവരെയും വളരെ സ്നേഹത്തോടെ അകത്തേക്ക് ക്ഷണിച്ചു. അപ്പോഴേക്കും വസുന്ധരയും അവരുടെ മുന്നിലേക്ക് എത്തി. വസുന്ധര കൂടി വരുന്നത് കണ്ടതോടെ എല്ലാവരും ആകെ ഇനി എങ്ങനെയാണ് വസുന്ധരയുടെ പ്രതികരണമെന്ന്, ശ്യാമയും അഹിയും കൂടി വന്നതിൽ ഇഷ്ടപ്പെടാതെയാണ് വസുന്ധര നിൽക്കുന്നതെന്ന് അറിയാത്ത ആശങ്കയിൽ നിൽക്കുമ്പോൾ വസുന്ധര അവർ അരികിലേക്ക് എത്തിയിട്ട് ശ്യാമയെ നോക്കി പുഞ്ചിരിയോടെ അകത്തേക്ക് വരാനായി പറയുകയും എന്തായാലും നിങ്ങൾ വന്നല്ലോ, എനിക്ക് ഒത്തിരി സന്തോഷമായി എന്ന് അറിയിച്ചു. അങ്ങനെ സന്തോഷത്തോടെ അങ്ങനെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോഴേക്കും അഹിയും ശ്യാമയും അവിടെ വന്ന് കയറിയതിന്റെ സന്തോഷത്തിൽ അമൃത വേഗം ശ്യാമയ്ക്ക് താൻ ഉണ്ടാക്കിയ ആ പലഹാരം ഉണ്ണിയപ്പം ശ്യാമയ്ക്ക് നേരെ നീട്ടി. അഹിയോടും അത് എടുക്കാനായി പറയുമ്പോൾ വസുന്ധര വാങ്ങിച്ചു കഴിക്കാനായി അഹിയെ നിർബന്ധിച്ചു. ഉടനെ വസുന്ധര പറഞ്ഞു, ശ്യാമ ഇങ്ങി വന്നേ, എനിക്ക് ശ്യാമയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പോ ശ്യാമ പോണോ വേണ്ടേ എന്നറിയാതെ അങ്ങനെ നോക്കിയിരുന്നു. അപ്പോഴേക്കും വസുന്ധര പറഞ്ഞു, മോളിങ്ങി വന്നേ, എനിക്ക് നിനക്ക് ചില സമ്മാനങ്ങളൊക്കെ തരാനും ഉണ്ട് എന്ന് പറഞ്ഞപ്പോ അഹി ശ്യാമയോട് അമ്മയുടെ അരികിലേക്ക് ചെല്ലാനായി അറിയിച്ചു. അങ്ങനെ ശ്യാമയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് വസുന്ധര പോകുന്നു. ഈ സമയത്ത് അഹിയോട് അവിടെ നിന്ന് അമൃതയും ആദ്യം സംസാരിക്കുമ്പോൾ ഐശ്വര്യക്കാകെ സംശയമായി. ഓ, ഇത്രത്തോളം മാറ്റം അമ്മയിൽ ഉണ്ടായോ, അമ്മ ഇതെങ്ങനെയായി ഇതുപോലെ മാറിയത് എന്നൊക്കെ ആലോചിച്ച് സംശയത്തോടെ ഇരിക്കുമ്പോൾ ആനന്ദവർമ്മ ഓഫീസിലേക്ക് പോകാനായി റെഡിയാകുന്ന സമയത്ത് റൂമിലേക്ക് വസുന്ധര ശ്യാമയുമായി എത്തിയത്. അവിടെ ആനന്ദവർമ്മ റെഡിയാകുന്നത് കണ്ട ഉടനെ ശ്യാമ വിളിച്ചു, അച്ഛാ. സ്നേഹത്തോടുള്ള ശ്യാമയുടെ വിളി കേട്ട് പെട്ടെന്ന് നോക്കിയ ആനന്ദവർമ്മ ശ്യാമ അവിടെ നിൽക്കുന്നത് കണ്ടത് ശ്യാമയോ മോളെ എന്ന് വിളിച്ചുകൊണ്ട് ആനന്ദവർമ്മ അരികിലേക്ക് ചെല്ലുന്നു. ഉടനെ തന്നെ ശ്യാമ ആനന്ദവർമ്മയുടെ അരികിലേക്ക് വന്നത്, ആ മോൾ എപ്പോ എത്തി, മോളെ ഒന്ന് കാണുന്നത് ഞാൻ ആഗ്രഹിച്ചതേ ഉള്ളൂ. അല്ല, മോൾ തനിച്ചാണോ വന്നത് എന്ന് ആനന്ദവർമ്മ ചോദിച്ചു. അല്ലച്ചാ, ആഹിൽ സാറും ഉണ്ട്, സാർ അവിടെ ആദ്യനോട് സംസാരിക്കണമെന്ന് പറഞ്ഞതും ആനന്ദവർമ്മ പറഞ്ഞു, ഓഹോ എനിക്ക് ഒത്തിരി സന്തോഷമായി, എന്തായാലും നിങ്ങൾ രണ്ടുപേരും വന്നല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ സന്തോഷത്തോടെ അങ്ങനെ നിൽക്കുമ്പോൾ ഉടനെ വസുന്ധര പറഞ്ഞു, അന്തേടന്ന് ഓഫീസിലേക്ക് പോകാൻ റെഡിയാവുമല്ലേ, വേഗം പോയിട്ട് വാ എന്ന് പറഞ്ഞപ്പോ ഉടനെ ആനന്ദവർമ്മ പറഞ്ഞു, ഞാൻ പോവാ, പക്ഷേ എനിക്കെന്തായാലും ഉടനെ ഫാക്ടറിയിലേക്ക് പോകാൻ താല്പര്യമില്ല. എനിക്ക് ആദിമോനോടും മോളോടും ഒക്കെ കുറെ നേരം സംസാരിക്കണം. അഹിമോനോടും കുറെ നേരം സംസാരിക്കണം. അതിനുശേഷം മാത്രമേ ഞാൻ പോകുന്നുള്ളൂ. ഇവര് തിരിച്ചു വന്നതിന്റെ സന്തോഷം അത് ഞാൻ പങ്കിട്ടിട്ടേ പോകൂ എന്ന് പറഞ്ഞപ്പോ വസുന്ധര പറഞ്ഞു, അല്ല ഫാക്ടറി ചെന്നിട്ട് എന്താ അത്യാവശ്യം ഉണ്ടെന്നല്ലേ ആദ്യം ആനന്ദേട്ടൻ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോഴേക്കും ആനന്ദവർമ്മ പറഞ്ഞു, എന്തായാലും ഞാൻ എന്റെ മക്കൾ മടങ്ങി വന്നതിന്റെ സന്തോഷം അത് എല്ലാവരോടും കൂടെ ഒന്ന് പങ്കിട്ടതിന് ശേഷം മാത്രമേ ഞാൻ പോകുന്നുള്ളൂ. ഞാൻ എന്തായാലും ഹാളിലുണ്ടാകും. ഇനിയും അമ്മയുടെയും മകളുടെയും സ്വകാര്യ നിമിഷങ്ങൾക്ക് ഞാനൊരു തടസ്സമാവുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആനന്ദവർമ്മ അവിടെ നിന്ന് ഇറങ്ങി. ആനന്ദവർമ്മ പോയി കഴിയുമ്പോഴേക്കും വസുന്ധര വേഗം തന്റെ കബോർഡിൽ നിന്ന് ഒരു ബോക്സ് എടുത്ത് അതിലുള്ള ആഭരണങ്ങൾ ശ്യാമയ്ക്ക് നേരെ നീട്ടി. മോൾ ഇവിടെ ഇരിക്കെ, ഇതൊക്കെ മോൾക്കുള്ളതാണെന്ന് പറഞ്ഞ് വസുന്ധര ആ മാലയെല്ലാം ശ്യാമയെ അണിയിക്കുന്നു. വളയും കയ്യിലെല്ലാം അണിയിച്ചു കൊടുത്തിട്ട് ആ ബോക്സ് ശ്യാമയുടെ കയ്യിലേക്ക് കൊടുത്തു. ഇത് മുഴുവൻ മോൾക്കുള്ള എന്റെ സമ്മാനമാണ്. അത് കേട്ട ഉടനെ ശ്യാമ പറഞ്ഞു, അയ്യോ ഇതൊന്നും വേണ്ടമ്മേ എന്ന് പറഞ്ഞപ്പോ വസുന്ധര പറഞ്ഞു, പാടില്ല, ഇതെല്ലാം വേണം, ഇതെല്ലാം ഇടണം എന്ന് പറഞ്ഞ് വസുന്ധര ആ ബോക്സ് കൈ കൊടുത്തിട്ട് ഇത് മുഴുവൻ മോൾക്കുള്ളതാണ് എന്നറിയിച്ചു. നീ
ഞാൻ പറയുന്നത് അനുസരിക്കുകയല്ലേ എന്ന് ചോദിച്ചപ്പോ ഉടനെ ശ്യാമ പറഞ്ഞു, എന്റെ അമ്മേ ഇതൊന്നും അല്ല എനിക്ക് വലുത്. അമ്മ എന്നെ സ്നേഹിച്ചല്ലോ, അമ്മ എന്നോട് സന്തോഷത്തോടു കൂടി സംസാരിച്ചല്ലോ. എന്നും അമ്മയും അച്ഛനും ഞങ്ങൾക്കൊപ്പം എന്റെയും അഖിൽ സാറിന്റെയും കൂടെ എന്നും ഉണ്ടാകണം. അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോ വസുന്ധര പറഞ്ഞു, ഞങ്ങൾ എന്നും നിങ്ങൾക്കൊപ്പം ഉണ്ടാകും, നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയും ചെയ്യും. നമ്മുടെ അഹിയും നമുക്കൊപ്പം വേണ്ടേ മോളെ എന്ന് ചോദിച്ചപ്പോ ശ്യാമ പറഞ്ഞു, പിന്നെ അഖിൽ സാറും എന്നും നമുക്കൊപ്പം ഉണ്ടാവുമല്ലോ അമ്മേ എന്ന് പറഞ്ഞപ്പോ വസുന്ധര പറഞ്ഞു, ഞാൻ പറയുന്ന കാര്യം മോൾ അനുസരിക്കോ? അത് കേട്ട ഉടനെ ശ്യാമ പറഞ്ഞു, അമ്മ പറയുന്ന എന്ത് നല്ല കാര്യം ഞാൻ അനുസരിച്ചിട്ടല്ലേ ഉള്ളൂ. അമ്മ എന്ത് നല്ല കാര്യം പറഞ്ഞാലും അത് ഞാൻ അനുസരിക്കും എന്ന് പറഞ്ഞപ്പോ വസുന്ധര പറഞ്ഞു, അതെ, ഞാൻ പറയുന്ന നല്ല കാര്യങ്ങൾ നീ അനുസരിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോ ഒരു നല്ല കാര്യം കൂടി മോളോട് പറയാൻ പോവാ എന്ന് പറഞ്ഞപ്പോ ശ്യാമ ചോദിച്ചു, എന്താ? അപ്പോഴേക്കും വസുന്ധര പറഞ്ഞു, ജ്യോത്സ്യന്റെ പ്രവചനം അനുസരിച്ച് 1 വർഷത്തിനിടയിൽ നിങ്ങൾക്ക് ശാരീരിക ബന്ധം ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ശ്യാമ അരികിലേക്ക് എന്നിട്ട് പറഞ്ഞു, അയ്യോ അമ്മേ, അങ്ങനെയല്ല, ആ ജ്യോത്സ്യൻ എന്തോ കളവ് പറഞ്ഞാണ്. ഞങ്ങ അക്കാര്യം മറ്റൊരു ജ്യോത്സ്യന്റെ അരികിലെത്തി സംസാരിച്ചു. അദ്ദേഹത്തോട് ചോദിച്ചപ്പോ ഒരു പ്രശ്നവുമില്ല എന്ന് അദ്ദേഹം ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്ന് ശ്യാമ പറഞ്ഞപ്പോ വസുന്ധര പറഞ്ഞു, എന്തോ എനിക്കതൊട്ടും വിശ്വാസമാകുന്നില്ല. അതുകൊണ്ട് തന്നെ എന്റെ അഹിമോന്റെ ജീവൻ ആപത്തൊന്നും ഉണ്ടാകാതിരിക്കുക എന്നാണ് എനിക്ക് വലുത്. എന്റെ മോന് ആപത്തൊന്നും ഉണ്ടാകരുത്. അഹിയുടെ ജീവൻ നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടതല്ലേ എന്ന് ചോദിച്ചപ്പോ ശ്യാമ പറഞ്ഞു, എനിക്ക് എന്റെ അഖിൽ സാറിന്റെ ജീവൻ എന്നെക്കാളും പ്രിയപ്പെട്ടതാണ് എന്ന് പറഞ്ഞപ്പോ വസുന്ധര പറഞ്ഞു, എന്നാ എന്റെ അഹിമോന് ഇപ്പൊ ആപത്തുണ്ടാകാൻ പോകുന്നു. ആ ആപത്ത് ഇല്ലാതാകണമെങ്കിൽ നീ ഒരു തീരുമാനത്തിലെത്തണം എന്ന് പറഞ്ഞു. ശ്യാമ വസുന്ധരയെ നോക്കിയിട്ട് ചോദിച്ചു, അമ്മ എന്താ പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോ വസുന്ധര പറഞ്ഞു, മോളെ, എനിക്കറിയാം ഇപ്പോഴത്തെ നിന്റെ സന്തോഷം. പക്ഷേ മോളെ, എന്റെ അഹിക്ക് ഒരാപത്തും വരാതിരിക്കണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം. ഈ ഈ കുഞ്ഞിനെ നീ വേണ്ടെന്ന് വെക്കണം. നീ ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ തയ്യാറാകണം. അത് കേട്ടതും ശ്യാമ ഞെട്ടലോടെ, അമ്മേ, അമ്മ എന്താ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോ വസുന്ധര പറഞ്ഞു, മോളെ, നീ കുറച്ചു ദിവസം ഇവിടെ നിന്നാ മതി, വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പോ ശ്യാമ ഞെട്ടലോടെ വസുന്ധരയുടെ ആ വാക്ക് ഉൾക്കൊള്ളാനാകാതെ ഭയത്തോടെ ശ്യാമ വസുന്ധരയെ നോക്കുന്നു.